മരേട്ടോ മോണി ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? കുമാരേട്ടൻ വന്ന് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്താണ് വിശേഷങ്ങൾ? ഇന്ന് രാവിലെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചാണ്. ഇതുവരെ പോയിട്ടില്ല. വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യം മറന്നു എന്നല്ല, എന്താ പറയുക, എന്തായാലും ഇപ്പോൾ അതൊരു സർജറിയാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അടങ്ങിയിരിക്കേണ്ടി വരും. വന്ന പാടനെ അടങ്ങിയിരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ആലോചിക്കുന്നതല്ല. ഇന്നിപ്പോൾ പോകാമെന്ന് വിചാരിച്ചാണ്, ഡോക്ടർക്ക് ബുക്ക് ചെയ്താണ്. അപ്പോഴാണ് രാവിലെ കുമാരേട്ടൻ വരുന്നത്. പുള്ളി ഇന്ന് വിട്ടാൽ പിന്നെ കിട്ടൂല, ഭയങ്കര തിരക്കുള്ള ആളാണ്. അപ്പം എന്നാൽ പിന്നെ പോകാം. കുമാരേട്ടൻ വന്നു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പുള്ളിക്കറിയാം. അത് ചട്ടികളൊക്കെ താഴേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ പുല്ലുകളൊക്കെ ഇളക്കി മാറ്റി നീറ്റാക്കും. പിന്നെ വളം ഇട്ട് ലാസ്റ്റ് വളം ഇട്ട് ചെതലുള്ള മരുന്നും അടിച്ചിട്ടാണ് പുള്ളി പോകത്തുള്ളൂ കേട്ടോ. അത്രയും നീറ്റാക്കി തന്നിട്ട് പോകത്തുള്ളൂ. ഇതിപ്പോൾ ഈ പുല്ലൊന്നും ഇങ്ങനെ കയറില്ല. നമ്മൾ ഡെയിലി നനയ്ക്കുന്ന സമയത്ത് ഓരോന്നുള്ളത് പറിച്ച് കളഞ്ഞാൽ അത് നീറ്റായിട്ടിരിക്കും. പക്ഷെ ഉപ്പാക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. പിന്നെ മമ്മട്ടിയുടെ കാര്യം അറിയാലോ, മക്കളെ നോക്കലും കാര്യങ്ങളൊക്കെ പടയിട്ട് സമയം എത്തൂല. ഉമ്മാക്കും പിന്നെ അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷേ സാധാരണ രീതിയിൽ ഞാനിവിടെ വരാനാകുമ്പോഴേക്കും നന കുറഞ്ഞിട്ട് കുറേയൊക്കെ നാശമായി പോകാറുണ്ട്, കേടൊന്നും പോകാറുണ്ട്. പ്രാവശ്യം എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഫുള്ള് നീറ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ നാട്ടിൽ വരുമ്പോഴും അത്യാവശ്യം ഒരുപാട് ചെടികൾ ഞാൻ വാങ്ങിക്കാറുണ്ട്. ഇപ്രാവശ്യം അതൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ട് ആ മണി പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ചെറിയൊരു പീസ് കൊടുന്ന് വെച്ചാണ് ഒരു 3-4 വർഷം മുന്നേ. അതുമ്പോൾ കയറി അങ്ങ് ടോപ്പ് വരെ എത്താനായി. മണി പ്ലാന്റിന് എന്തായാലും വീട്ടിലൊരു പന്നുമല്ല എവിടെ കൊണ്ടുവച്ചാലും ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. ഒരിക്കൽ ഇതുപോലെ വളർന്ന് ഓടിൻ്റെ പുറത്തേക്ക് കയറി. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു അത് ഭയങ്കര ഡേഞ്ചറാണ്, പാമ്പ് വീടിൻ്റെ അകത്തേക്ക് കയറാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വലിച്ചൊഴിവാക്കി. ഇനിയിപ്പോൾ വാങ്ങിക്കാനുള്ള ചെടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ ഒരു ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളത്തിൻ്റെ സൈഡിലാവുകൊണ്ട് 1-2 ഫാനുകൾ കൊടുന്ന് വെച്ചാൽ അടിപൊളിയാവും തോന്നുന്നു. എന്തായാലും അതുമാത്രം പ്രാവശ്യം വാങ്ങിക്കുന്നുള്ളൂ. ഒരുപാട് കാശ് എല്ലാ പ്രാവശ്യം ഞാൻ ചിലവാക്കാറുണ്ട്. പ്രാവശ്യം എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുമ്പ് ഒരു ചെറിയ പലകട കഷ്ണം കിട്ടിയപ്പോഴേ അത് അവിടെ വെച്ചിട്ട് അതിലൊരു കമ്പിട്ടിട്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറേ ചട്ടികളെയും വെച്ചതാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ മഴയത്തെ കടലാസ് പൂവൊന്ന് വീണല്ലോ, ആ വീണ സമയത്ത് ഇതെല്ലാം കൂടെ പൊട്ടി താഴെ വീണ്. എന്നിട്ട് ഞാൻ വെച്ച പോലെ ഒന്നുമല്ല, തിരിച്ചെങ്ങനെയൊക്കെയോ അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. എന്തായാലും പ്രാവശ്യം അത് അവിടെ നിന്ന് എടുത്തിട്ട് ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും. വീടിൻ്റെ പിന്നിലെ വറകുവരയിൽ തപ്പിയപ്പോൾ കിട്ടിയ ബക്കറ്റാണ് കേട്ടോ. സംഭവം ഉപയോഗിക്കുന്നതാണ്. ഉമ്മാട് വെച്ചപ്പോൾ പറഞ്ഞു കറണ്ടില്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്നതാണ് റിയാസെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അതിൽ ഓട്ടിട്ട് കഴിഞ്ഞിരുന്നു. പിന്നെ ഇനി അതിൻ്റെ ഒരു രക്ഷയില്ലല്ലോ. എന്തായാലും വീടിൻ്റെ പിന്നിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന അമ്മി ആട്ടുകൾ ഇതുപോലത്തെ ബക്കറ്റുകളും പഴയ സാധനങ്ങളൊക്കെ വീടിൻ്റെ മുന്നിലേക്ക് വരുന്നൊരു കാലഘട്ടമാണല്ലോ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇരിക്കട്ടെ അവിടെ. ആശുമോള് ഡെയിലി നനച്ചിരുന്ന ചെടി കുമാരേട്ടൻ കേട് വരുത്തിയെന്നും പറഞ്ഞ് ഉമ്മാനോട് പോയി കംപ്ലൈൻറ്റ് പറഞ്ഞു. ആര് കേട് വരുത്തി? അപ്പോൾ അവന് കുട്ടിയുടെ ചെടി ഒന്നോടോ കേട് വരുത്തി. കുമാരേട്ടാ നിങ്ങൾ ചെടി കേട് വരുത്തിയില്ലേ, നോക്കണേ കണ്ണു പൊട്ടിക്കും പറയടാ. സാരല്ല കേട്ടോ, നമുക്ക് ശരിയാക്കാം കേട്ടോ. അച്ചുമ്മോ നമുക്ക് ശരിയാക്കാം കേട്ടോ. പുണ്ണി നമുക്ക് ശരിയാക്കാം കേട്ടോ. തല കുമാരേട്ടാ, ഇത് നമ്മൾ മുമ്പ് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ ഇത്? ഊഞ്ഞാലിൻ്റെ അടുത്ത് വീട് ലാസ്റ്റ് റിനോവേഷൻ ചെയ്തപ്പോഴേ വീടിൻ്റെ ബാക്കിലുണ്ടായിരുന്ന ഊഞ്ഞാൽ ഫ്രണ്ടിലേക്ക് കൊടുത്തിരുന്നു. ആ സമയത്ത് കുറേ ഇരുമ്പിൻ്റെ പൈപ്പും കുറച്ച് പലയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഊഞ്ഞാലിൻ്റെ സൈഡിലിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബെഞ്ച് പോലെ തട്ടിക്കൂട്ടിയതാണ്. പക്ഷേ അതിൻ്റെ മുകളിലും ഫുള്ള് ചെടികളായി. വെച്ചപ്പോൾ നല്ല ഭംഗി തോന്നി. പിന്നെ അതങ്ങനെ അങ്ങ് സെറ്റാക്കി അവിടെ തന്നെ വെച്ചു. പിന്നെ നമുക്ക് പഴയൊരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ നമ്മൾ വെജിറ്റബിളൊക്കെ വെക്കുന്ന ചെറിയ ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സും പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു ഗ്രില്ലൊക്കെ വരുമല്ലോ, ആ ഗ്രില്ലും എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു സെറ്റപ്പാക്കി വെച്ചാണ്. അതിൽ നിറച്ച് മണി പ്ലാന്റ് വെച്ചപ്പോഴേ നല്ല ഭംഗി തോന്നി. ഫുള്ള് കവർ ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഇടയ്ക്ക് വേറെ സാധനം കിടക്കുന്നുണ്ട്. മുന്നേ എനിക്ക് കിട്ടിയതായിട്ടൊരു ഇതെനിക്ക് കുറേ മുമ്പ് കിട്ടിയതാണ് കേട്ടോ. എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. വീടിൻ്റെ അകത്തുനിന്നാണോ അതിന് പുറത്തുനിന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. സംഭവം അതൊരു പിച്ചളയെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അതിലെന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പഴയ ലിപിയാണ് കേട്ടോ. പുതിയ ലിപിയാണെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ വായിച്ചെടുത്തേനെ. എന്തായാലും സംഭവം കണ്ടപ്പോൾ ഒരു രസം തോന്നി. ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലൊരു മണി പ്ലാന്റും ഒരു ഉലക്കി ബാമ്പൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. എന്നിട്ട് വീടിൻ്റെ ഫ്രണ്ടിലെ ഊഞ്ഞാലില്ലേ, ഊഞ്ഞാലിൻ്റെ സൈഡിൽ ആ ബെഞ്ചിൽ ശരിക്കും നല്ല സെറ്റ് ചെയ്ത് ആ ചെടികൾക്കൊക്കെ ഇടയിൽ അത് ഇരിക്കണമെന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. സെറ്റ് ചെയ്ത് വെച്ചാണ്. നമ്മുടെ മക്കളല്ലേ, എടുത്ത് എറിഞ്ഞ് കളിച്ചതായിരിക്കും. എന്തായാലും അതിൻ്റെ അകത്തുനിന്ന് ഞാൻ കരിങ്കല്ലാന്നാണ് വിചാരിച്ചത്. കിട്ടിയപ്പോൾ ഈ സാധനം കുമാരേട്ടൻ 2 ലക്കി ബാമ്പുവിൻ്റെ സ്റ്റമ്പൊക്കെ എടുത്തിട്ട് അതിനകത്ത് വെച്ച് കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ എന്തായാലും അതിനകത്ത് എടുത്ത് വെക്കാം. അടുത്ത പ്രാവശ്യം എനിക്കിനി അത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് അറിയില്ല. എന്തായാലും പോകുന്നത് വരാതെ അവിടെ വെച്ചിരുന്നതാണ്. വെള്ളത്തിൽ ഉണ്ടാവാനായിട്ട് പുറത്ത് വെച്ചാണ് വാട്ടർ ബാമ്പ്. ഇത് ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ മണ്ണാർക്കാട് പോയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന കേട്ടോ. വാട്ടർ ബാമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വെള്ളത്തിലും ഉണ്ടാവും, കരയിലും മണ്ണിലും ഉണ്ടാവും. പക്ഷെ അത്യാവശ്യം നല്ല വെയിൽ വേണം തോന്നുന്നുണ്ട്. അന്ന് വെച്ചുകൊടുത്ത് നല്ല തണുപ്പായിരുന്നു.
അപ്പോൾ അത് ശരിക്കും പോലെ ഉണ്ടായില്ല. എന്നിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചു. ഇപ്പോൾ എന്തായാലും തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇറക്കി വെക്കാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കുമാരേട്ടൻ. ഈ പരിസരത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കട്ടോ. ഞാൻ കണ്ടില്ല, ഏതാ അരമണിക്കൂർ കൊണ്ട് ആ ഭാഗം ക്ലിയർ ആക്കി. ഏതാണ്ട് ഇന്നൊരു ദിവസം കൊണ്ട് ഇത് ഫുൾ അടിപൊളിയാക്കി തരും. ഞാനൊരു 6 മാസം കൂടുമ്പോഴൊക്കെ പുള്ളി വിളിക്കും. പുള്ളി വന്നല്ല നീറ്റാക്കിയിട്ട് പോകും. ഇനിയിപ്പോൾ നമ്മളെ എത്ര ശരിയാക്കിയാലും മൂപ്പര് വന്നിട്ട് ഒന്ന് കൈ വെച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിയാക്കിയാൽ ഭയങ്കര തൃപ്തിയാണ്. പിന്നെ ചെടികളൊക്കെ ഉഷാറാണ്. എന്തായാലും കുറച്ച് വെയിൽ തട്ടുന്ന ഭാഗത്ത് തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇറക്കി വെക്കാനുള്ള പ്ലാനാണ്. ആദ്യം ആ സംഭവം ഉണ്ടായിരുന്നത് ഇപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ. ആ സൈഡിൽ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് തീരെ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ഇതെന്തായാലും പുറത്ത് വെച്ചിട്ടും തീരെ വളർന്നൊന്നുമില്ല. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് കണ്ട വീഡിയോയിൽ നല്ല ഗ്രോത്ത് ആയിട്ട് ശരിക്കും ഭയങ്കര രസമായിരുന്നു കാണാൻ. അങ്ങനെ പോയി വാങ്ങിച്ചതാണ്. എന്തായാലും ഈ ചട്ടി അതിനകത്ത് ഇറക്കി വെക്കുമ്പോൾ നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1-2 ബ്രിക്കുകൾ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. സംഭവം വെച്ചിട്ടുണ്ട്, ഉണ്ടാവുമോ നോക്കാം. ഉണ്ടായാലും നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. ഇത് ശരിക്കും നല്ല എന്താ പറയുക, ശരിക്കും നല്ല കുറേ സ്റ്റെമ്പുകൾ ഇങ്ങനെ വന്നിട്ടേ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിനെ കാണാൻ. ഇൻഷാല്ലാ നോക്കാം. കാരണം 2-3 വർഷമായി ഞാൻ ഈ ചെടി അകത്തേക്കും പുറത്തേക്കും എടുത്ത് വെച്ച് കളിക്കുന്നുണ്ട്. ഇതുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ആ പോണ്ടിൻ്റെ സൈഡിൽ വെക്കാനുള്ള 1-2 ഫേണ് വാങ്ങിക്കാനുണ്ട്. അത് എവിടെ കിട്ടുന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. മുമ്പത്തെ നഴ്സറികളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. 1-1.5 വർഷമായില്ലേ. എന്തായാലും അപ്പോഴേക്കും പുള്ളി ഇതൊക്കെ വെട്ടി വൃത്തിയാക്കി നീറ്റാക്കി. ക്യാറ്റ് ഫ്ലോ എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടല്ലോ, ഞാനൊരു യൂട്യൂബിൽ ഒരാളുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. വീടിൻ്റെ മോൾ ഭാഗം നിറച്ച് മഞ്ഞ ചെറിയ പൂക്കളായിട്ട്. അത് കിട്ടുമോ നോക്കണം. പിന്നെ ഫേൺ ഉണ്ടല്ലോ, നമ്മുടെ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകുന്ന ഒരു, നമ്മുടെ പണ്ട് കാലത്ത് കിണറിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്ന സാധനമാണ്. അതും കിട്ടുമോ നോക്കണം. പോയോട്ടെ. ഇത് എല്ലാ വർഷവും പതിവുള്ളതാണ് കേട്ടോ. ഞാൻ വരുമ്പോൾ അതിങ്ങനെ കുറേശ്ശെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറേ വാങ്ങിച്ചവിടെ വയ്ക്കും. നോക്കില്ല എന്നല്ല, ഇവർ നനയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അത് മാത്രം പോരല്ലോ ചെടികൾക്ക്. ഞാൻ പറയുന്ന അവരോടൊക്കെ സംസാരിക്കണം എന്നാ പറയും. എപ്പോഴും പറയും ഞാൻ വീട്ടിൽ വന്ന അവർക്കൊക്കെ പ്രത്യേക എനർജിയാണ്. ചെടികളൊക്കെ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഇത്ര ഉഷാറായിട്ട് ഇരിക്കണമെന്ന് അറിയില്ല എന്ന്. അപ്പോൾ എന്താ സംഭവിച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ 4 പുറാണ് ചെടി നനച്ചിട്ടും അതിൻ്റെ താഴെ പുല്ലും ചപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യാറ്. ഇതിപ്പോൾ ഒരു 5-6 മാസത്തെ അതിനകത്തുണ്ട്. 6 മാസം മുന്നേ കുമാരേട്ടൻ വന്ന് നേരാക്കി പോയതാണ്. അപ്പോൾ പിന്നെ ഇനി പുള്ളിയെ കണ്ടൊന്ന് ശരിയാക്കി ഇനി ഞാൻ പോകുന്നവരെ ഞാൻ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ അങ്ങ് കൊടുക്കും. അവിടെ സൗദിയിലുള്ള സമയത്ത് ഈ റോഡൊക്കെ കാണുമല്ലോ, നമ്മൾ ഓരോ ന്യൂസിലും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീഡിയോയിൽ ഈ റോഡൊക്കെ കാണും. ചെറുപ്പശ്ശേരി മണ്ണാർക്കാട് റോഡാണ് കേട്ടോ. അപ്പോൾ ഈ റോഡൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ വല്ലാണ്ട് ഇങ്ങനെ പൂതിയാവും കേട്ടോ. പടച്ചോനെ ഇതിൽ കൂടെ ഒന്ന് വണ്ടി ഓടിക്കാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ കൂടെ വണ്ടി ഓടിക്കാൻ പൂതിയാവണമെന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം അവിടുത്തെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ അല്ല ഇവിടെ. പക്ഷേ നമ്മുടെ ഈ പച്ചപ്പിന്റെ ഇടയിൽ കൂടെ ഒക്കെ കിടന്ന് ഈ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ, നമുക്കിനി നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് നമ്മളെ ഏത് സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടാലും നമുക്ക് നമ്മുടെ നാട് തന്നെയാണ് അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും അതിനി എന്തൊക്കെ തന്നാലും, ഇനി എത്രയൊക്കെ നമുക്ക് ഇനി കുറ്റങ്ങൾ പറഞ്ഞാലും, റോഡ് പൊട്ടിപ്പൊളിഞ്ഞതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞാലും, ഇവിടെ എത്തി ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അന്തസ് അതൊന്നും വേറെ തന്നെയാണ്. അത് ശരിക്കും ആസ്വദിക്കും പ്രവാസികൾ, ശരിക്കും ആസ്വദിക്കും. പൊട്ടിപ്പൊളിഞ്ഞ റോഡായിക്കോട്ടെ, എന്താ പറയാ, റോഡ് ഇല്ലാണ്ട് തന്നെ ആയിക്കോട്ടെ, പക്ഷേ ഈ 2 സൈഡ് മരങ്ങളും ഈ വീടുകളും ഈ മലയാളം എഴുതിയ ബോർഡുകളും ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോഴേ ഇതൊക്കെ ശരിക്കും എന്താ പറയാ, ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുക ഇവന് വട്ടാണെന്ന് തോന്നും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്രവാസികൾക്ക് ഇതൊരു വല്ലാത്ത വട്ടം തന്നെയാണ് കേട്ടോ. വല്ലാത്തൊരു നൊസ്റ്റു അടിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഏതൊരു പ്രവാസി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു ബുള്ളറ്റ് എടുക്കും അല്ലെങ്കിൽ ഒരു കാർ എടുക്കും, എന്നിട്ട് വെറുതെ ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങും. അത് ശരിക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങുന്നതാണ്. അത് ശരിക്കും അത് അങ്ങനെ തന്നെയാണ്. ഇത് പ്രവാസികളാണ് ഈ വീഡിയോ കാണുന്നത്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവും. ഈ ലോങ് ടൈമൊക്കെ പ്രവാസം അനുഭവിക്കുന്നവരാണെങ്കിൽ, 1 വർഷം 2 വർഷമൊക്കെ കൂടി നാട്ടിലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട, അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് അത്. ഇതിപ്പോൾ അടക്കാപുത്തൂർ കഴിഞ്ഞു കേട്ടോ, വെള്ളിനഴിയിലേക്ക് കയറി. റോഡൊക്കെ ശരിക്കും ഇവിടെ ഇപ്പോൾ ഹൈവേൻ്റെ പണി നടക്കുന്നതുകൊണ്ടേ ഡിവൈഡറൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പോകുന്നതിൻ്റെ മുമ്പുണ്ട് കേട്ടോ, 1.5 വർഷം മുന്നേ ഇതിങ്ങനെ തന്നെയാണ്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വെള്ളിനേഴി കഴിഞ്ഞ് ചെറുപ്പശ്ശേരി റോഡിന് കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് കേട്ടോ. അത് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു റൂമുണ്ട്, അതിനകത്ത് കുറച്ച് ചെടികളുള്ളൂ കേട്ടോ. ബാക്കി വീടിൻ്റെ മുറ്റത്ത് വീടിൻ്റെ ബാക്കിലൊക്കെ ആയിട്ടാണ്. ചെറിയൊരു മോനാണ് ഇത് നടത്തുന്നത് കേട്ടോ. ഞാൻ അന്ന് മുന്നേ ചെടികൾ വാങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവനൊരു 8-ലോ 9-ലൊക്കെ പഠിക്കുന്നുള്ളൂ. അവൻ്റെ ഒരു താല്പര്യം കൊണ്ട് അത് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള വെറൈറ്റികളൊക്കെ ഇവിടെ വന്നാൽ കിട്ടാറുണ്ട്. എനിക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, പക്ഷേ ഉള്ളത് അത്യാവശ്യം നമുക്ക് വേണ്ടത് 1-2 പീസൊക്കെ ഇവിടുന്ന് കിട്ടാറുണ്ട്. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഇപ്പോൾ ഇത്രേ വാങ്ങുന്നുള്ളൂ. ഇതെന്തായാലും കിട്ടിയിട്ടുണ്ട്.
അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് അതിൻ്റെ പൊണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല. വീട്ടിൽ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് അവിടെ കെട്ടി തൂക്കി വെച്ചിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കരിഞ്ഞ് ഉണങ്ങിപ്പോയി. അത് ഇപ്പം ഞാനത് വീണ്ടും എടുത്ത് റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം, അത് അടിപൊളിയാവും തോന്നുന്നു. അങ്ങനെ പുള്ളിയുടെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടോ. എല്ലാം വെട്ടി വൃത്തിയാക്കി നീറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ആ ബുഷൊക്കെ നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നു. അതെല്ലാം വെട്ടി നീറ്റാക്കി തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസത്തെ പണി ഉണ്ടാവും അതിനകത്ത്. അതുപോലെ തന്നെ ബാമ്പൊക്കെ ശരിക്കും വെട്ടി ഒപ്പാക്കിയിട്ടുണ്ട്. അത് ഇനി തളിർത്ത് വരുമ്പോൾ അതിൻ്റെ പുതിയ ഇലകളൊക്കെ വരുമ്പോഴേ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. ചട്ടിയിൽ ഒരു പുല്ല് പോലുമില്ല, എല്ലാ കളകളും പറിച്ച് മണ്ണൊക്കെ ഇളക്കി വളമിട്ടിട്ടാണ് പുള്ളി പോയിട്ടുള്ളത്. അവസാനം ഇതിൻ്റെയൊക്കെ മുകളിൽ അവസാനം ചെതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ലിക്വിഡ് ഉണ്ട്, അതും കൂടി ഒഴിച്ചിട്ടാണ് പുള്ളി ഇത് ഫിനിഷ് ചെയ്യാറ്. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ പുള്ളിക്ക് ഈ ഫീൽഡിൽ. സംഭവം ചെടി വെട്ടിയാലും അത് നീറ്റാക്കി വൃത്തിയാക്കി അടിപൊളിയാക്കി നമ്മുടെ ഈ പരിസരത്തൊക്കെ പെരിന്തൽമണ്ണയൊക്കെ പോകുന്നുണ്ടല്ലോ മേഡം. പെരിന്തൽമണ്ണ, പുത്തനത്താണി അങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട് ഇത്ര. അപ്പോൾ എവിടേക്കാ ചില വിളിച്ചാൽ പുള്ളി വരും. ഓക്കെ, ഇതുപോലെ ഒരു ദിവസം കൊണ്ടൊക്കെ അത്യാവശ്യമുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ നീറ്റാക്കി തരും. പുതിയ ഗാർഡനും സെറ്റ് ചെയ്ത് തരും. ഞാൻ ഇവിടെ ഈ ഗാർഡൻ്റെ സെറ്റ് ചെയ്ത് തുടങ്ങിയ കാലം മുതൽ മൂപ്പരാണ് എനിക്കിതെല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ എനിക്ക് ആ അനുഭവം ഉള്ളതുകൊണ്ട് പറയണേ. ഓക്കെ, അപ്പോൾ കുട്ടി മെത്തിക്കാക്കല്ലേ പൊടച്ചോനെ അതിൻ്റെ തലയിലേക്കൊക്കെ ആക്കി. ബാ 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 ബാ. അപ്പോൾ വീണ്ടും ഞാൻ ഭയങ്കര സൗണ്ട് അവിടെ ബോർഡൊക്കെ വെക്കുന്നുണ്ട്. എന്തൊക്കെ പരിപാടിയാണാവോ. അപ്പോൾ വീണ്ടും ഞാൻ ഓരോന്ന് പറഞ്ഞ് ഇനി ചെടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കല്ല. ഒരു അപ്ഡേഷൻ വന്നപ്പോൾ കാണിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ.